അപ്പോൾ അത് പിടിക്കാനായിട്ട് കുറേ മണ്ടന്മാരായ MVD ആൾക്കാരുണ്ട്. എന്തായാലും പറഞ്ഞ സമയം കളയണ്ട. എന്താ പിന്നെ ഓണടിക്കാത്ത? അല്ല ഭയങ്കര ഓണടിയാവുമല്ലോ. ഓണടിനെ പറ്റി എന്ത് പറയാം? ആരാണ് ചത്താണെങ്കിൽ സമർപ്പിക്കുന്നത്? ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ കെട്ടിക്കൊടുക്കില്ല, എന്നാൽ പുറത്തു പോകാൻ സമ്മതിക്കില്ല. അതേപോലെയാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ കേരളത്തിലെ സിസ്റ്റം അങ്ങനെയാണ്. അതിലിപ്പോൾ കുറേ വിവരമില്ലാത്ത കുറേ അധികാരികളുണ്ട്. കാരണം അവരെ മുന്നിൽ കൂടെ ലയിച്ചിട്ട് പോകാൻ പാടില്ല. അവരെ മുന്നിൽ കൂടെ ലയിച്ചിട്ട് പോയാൽ അത് വലിയ അവരെ കുറ്റം പറയല്ല. അപ്പോൾ നിങ്ങൾ പരമാവധി വാഹനം ശ്രദ്ധിച്ച് ഓടിക്കുക. മറ്റുള്ളവരെ അപകടപ്പെടുത്താനോ കൊല്ലാനോ വേണ്ടിയിട്ട് നിങ്ങൾ വാശി കൊണ്ട് ഡ്രൈവിംഗ് ചെയ്യരുത്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ കുറേ നിയമ നടപടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ബസ്സിന് ഭയങ്കര ഹോണടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എയറോണിൻ്റെ ഒരു പ്രശ്നം കാരണം ഭയങ്കര എന്താ പറയുക പ്രശ്നമാണ് എന്ന് കണ്ടൊരു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ മണ്ണാർക്കാട് എന്താണ് ലെവല്? കാരണം ബസ് സ്റ്റാൻഡിലാണ് കൂടുതൽ. അടിപൊളി. എന്തായാലും നമ്മളെ ട്രാഫിക്കിൻ്റെ സിസ്റ്റമാണ് കുഴപ്പമില്ല, എല്ലാവർക്കും ധൃതിയാണ്, അല്ലാതെ ഒന്നല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മണ്ണാർക്കാടിൻ്റെ അവസ്ഥ. അപ്പോൾ നമുക്ക് ഹോണടി വിഷയമായിട്ട് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലൊന്ന് പോയി നോക്കാം. കാരണം അവിടെയാണ് കൂടുതൽ വാഹനങ്ങളുടെ എന്താ പറയുക സമയത്തിൻ്റെ പ്രശ്നവും പിന്നെ അതേമാതിരി ബ്ലോക്കും പിന്നെ ഓരോ ബസ് തോന്നിയ പോലെയൊന്നല്ല, അവിടെ അങ്ങനെയാണ്. അപ്പോൾ നമുക്കത് അവിടെ ആരാണ് കൂടുതൽ ഹോൺ അടിക്കുക, എയർ ഹോൺ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇതൊക്കെ മണ്ടന്മാരുടെ നിയമമാണ്. അപ്പോൾ ഒരു വണ്ടിക്ക് ഹോൺ നിർബന്ധമാണ്. അപ്പോൾ ഈ എയർ ഹോണ് ശരിക്കും പറഞ്ഞാൽ കടകളിൽ കൊണ്ടുവന്നിട്ട് സെയിൽസ് ചെയ്യുക, വിൽക്കുക. അത് വിൽക്കുമ്പോൾ ഈ ബസ്സേരും കാറേരും എല്ലാവരും വാങ്ങും. അപ്പോൾ അത് പിടിക്കാനായിട്ട് കുറേ മണ്ടന്മാരായ MVD ആൾക്കാരുണ്ട്. എന്തായാലും പറഞ്ഞ സമയം കളയണ്ട, നമുക്കൊന്ന് പോയോക്കാലേ. അല്ലേലും എല്ലാ ദിവസവും എന്നത്തെ പോലെ ആവില്ല. മണ്ടം എന്താ പിന്നെ ഓണടിക്കാത്ത? അല്ല ഭയങ്കര ഓണടിയാവുമല്ലോ. ഓണടിനെ പറ്റി എന്ത് പറയാം? ആരാണ് ചത്താണെങ്കിൽ സമർപ്പിക്കുന്നത്? അത് ശരിക്കും പറഞ്ഞാലേ നിങ്ങളുടെ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് ബസ്സുകളെ കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതല്ല. അപ്പോൾ ഇന്ന് ഏകദേശം ബസ്സുകളിലെ എയർ ഹോണുകളൊക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ചെറിയ ശബ്ദം മാത്രമേ ഉള്ളൂ. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അതിന് മുന്നേയൊക്കെ ഈ പ്രശ്നം വരുന്നതിന് മുന്നേ ഭയങ്കര ഹോണടിയായിരുന്നു. ഭയങ്കര ഹോണടി. എന്താ വെച്ച് കഴിഞ്ഞാൽ ബസ്സുകളുടെ ഒരു സമയത്തിൻ്റെ പ്രശ്നം. അതേപോലെ എവിടെ കാണാമല്ലോ സമയത്തിൻ്റെ പ്രശ്നം. കാരണം ഒക്കെ ഈ പാലക്കാട് കോഴിക്കോട് അല്ലെങ്കിൽ പാലക്കാട് മണ്ണാർക്കാട് 1.5 മിനിറ്റ് വ്യത്യാസത്തിലാണ്. അതിന് 1.5 മിനിറ്റ് വ്യത്യാസത്തിൽ തന്നെ ഇതപ്പോൾ ഒരു 36 KSRTC പോയിട്ടുണ്ടാവും. കാരണം ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ പിന്നാലെ. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും അവർക്ക് ഹോണടിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. ഈ നമ്മുടെ ഗണേഷ് കുമാർ മണ്ടത്തരങ്ങളായിട്ട് വരരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം
ഈ ഞാൻ ഇതിനു മുന്നേ നമുക്ക് ഒക്കെ അറിയുന്ന കാര്യമാണ്. കാരണം KSRTCക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. അതുകൊണ്ട് അവർക്ക് പിന്നെ ഏത് സ്റ്റാൻഡിലും എപ്പോൾ വേണമെങ്കിലും ഇനി കേട് വന്നാൽ പോലും അവർക്ക് വേറെ വണ്ടി വിടാണ്ട്. ഇത് വേറെ വണ്ടി ഇല്ല, അതുകൊണ്ട് അവർ ചാല് കട്ടാവുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ എയർ ഹോണിൻ്റെ ഇത്രയും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പറയാം. എയർ ഹോണിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ജഡ്ജി പോകുമ്പോൾ ആ ജഡ്ജിനെ ശല്യപ്പെടുത്തിക്കൊണ്ട് എയർ ഹോൺ അടിച്ചു എന്നുള്ളൊരു പ്രശ്നം കൂടി രൂക്ഷമായതിനെ തുടർന്നാണ് ഇപ്പോൾ എയർ ഹോണുകൾ കർശനമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ എന്നല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വൃത്തികെട്ട സംസ്ഥാനത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കടയിൽ നിന്ന്, അതായത് എയർ ഹോണ് കടയിൽ നിന്ന് നമുക്ക് വാങ്ങാം, പക്ഷെ അത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് ആഡംബരത്തിനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പിന്നെ മോഡിഫിക്കേഷനായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാം, വണ്ടിയിൽ ഫിറ്റാക്കില്ല. അത് മോട്ടോർ വാഹന വകുപ്പ് അഴിച്ചെടുക്കും, അതിന് ഫൈനും കിട്ടും. അപ്പോൾ അങ്ങനെ പല പല പൊട്ടത്തരങ്ങളായ മണ്ടത്തരങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ കീഴിലാണ് ഇപ്പോൾ നമ്മൾ അടിമകളെ പോലെ. അവർ എന്താണോ പറയണത്, അവർ പകലാന്ന് പറഞ്ഞാൽ നമ്മൾ പകലാന്ന് പറയാം, അവർ വൈകുന്നേരമാണെന്ന് പറഞ്ഞാൽ അവർ വൈകുന്നേരം പറയാം, രാത്രിയാണോ രാത്രി തന്നെ അങ്ങനെ പറയാം. അല്ലാതെ ഇപ്പോൾ ഇതിൽ വേറെ ഒരു ഇതും കാണുന്നില്ല. അപ്പോൾ ആശുപത്രിപ്പടി വന്നപ്പോൾ അവിടെ ഹോണടിയില്ല, മറ്റേതൊക്കെ അവിടെ ഹോണടിച്ച് തൊഴിലും കിടത്തും. കാരണം അവിടെയൊക്കെ ഈ സെക്കൻഡ് മിനിറ്റ് വ്യത്യാസത്തിൽ മാത്രമാണ് ബസ്സുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്ക് ഓരോ സ്റ്റേജിൽ നിന്ന് ഓരോ സ്റ്റേജിൽ ആ സ്റ്റേജ് സമയത്ത് അവിടെ എത്തണം. ഇപ്പോൾ പാലക്കാട് നിന്ന് മണ്ണാർക്കാടേക്ക് പോകാൻ തന്നെ ഇവിടുന്ന് പിന്നെ ആദ്യത്തെ സ്റ്റോപ്പ് പറഞ്ഞ് വിയക്കുറിശി കഴിഞ്ഞാൽ ചെർക്കിപ്പടി, തച്ചമ്പാറ, പൊന്നങ്കോട്, അങ്ങനെ പിന്നെ പൊന്നങ്കോട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പിന്നെ ശിരുവാണി, അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇവർക്ക് ആ കറക്റ്റ് സമയത്ത് എത്തണം. എന്നാൽ KSRTCക്ക് അങ്ങനെയാണോ? KSRTCക്ക് അങ്ങനെയല്ല. KSRTCക്ക് പല സമയമാണ്. പല സമയം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഈ പിന്നെ ഹോണടിയുടെ പ്രധാനമായിട്ടുള്ള ഇത് എന്ന് ചോദിച്ചാൽ KSRTC തന്നെയാണ്. കാരണം പ്രൈവറ്റ് ബസ്സിൻ്റെ മുന്നിൽ 2-3 ബസ് ഇട്ട് കൊടുക്കും. അപ്പോൾ ബാക്കി ഒന്ന് ബാക്കിലും ഒന്ന് മുന്നിലും. അപ്പോൾ ഇവർക്ക് ആളുണ്ടാവില്ല, അവർക്കും ആളുണ്ടാവില്ല. അപ്പോൾ ഇന്നലെ ചില ബസ് പാലക്കാട് കോഴിക്കോട് ബസ്സൊക്കെ കാലി അടിച്ചിട്ടാണ് പോകുന്നത്. കാലി ഏറി വന്നൊരു 10 ആളിൽ താഴെ മാത്രമാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്? ഇപ്പോൾ കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു KSRTCക്ക് ഫുള്ള് സീറ്റിംഗ് ആളായി കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത പ്രൈവറ്റ് ബസ്, തമിഴ്നാട്ടിലത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ പ്രൈവറ്റ് ബസ് പോവുള്ളൂ. അപ്പോൾ അതേപോലത്തെ ഒരു സിസ്റ്റം ആക്കി എന്താ? അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ കെട്ടിക്കൊടുക്കില്ല, എന്നാൽ പുറത്തു പോകാൻ സമ്മതിക്കില്ല. അതേപോലെയാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ കേരളത്തിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. അതിനിപ്പോൾ കുറേ വിവരമില്ലാത്ത കുറേ പിന്നെ അധികാരികളുണ്ട്. കാരണം അവരെ മുന്നിൽ ലേറ്റ് ഇട്ട് പോകാൻ പാടില്ല. അവരെ മുന്നിൽ ലേറ്റ് ഇട്ട് പോയാൽ അത് വലിയ ക്രിമിനലായ കേസാണ്. അങ്ങനെ പല പൊട്ടത്തരങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്താണ് പറയുക വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിന് ശരിക്കും ഒന്ന് മാറി ചിന്തിച്ചാൽ മതി. പിന്നെ നമ്മളിപ്പോൾ ആദ്യം കണ്ട പോലെ എല്ലാവർക്കും വേഗതയാണ്. വേഗത എന്ന് പറഞ്ഞാലും പോരാ, അമിതമായ വേഗത. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് അവിടെ ഒരു ലോറി കേടുന്ന് ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനിയും ശരിയായിട്ടില്ല. അത് മിനിഞ്ഞാന്ന് രാത്രി 1 മണിക്കാണ് അവിടെ ഒരു കാറ് ഓവർടേക്ക് ചെയ്യുമ്പോൾ, അതായത് ഈ വളവുന്ന് വലിയൊരു വാഹനം ഓടിച്ച് കയറുമ്പോൾ ആ വണ്ടി നിൽക്കുന്നിടത്തായിരുന്നു ആ കാറ് സഡൻ ബ്രേക്ക് ഇട്ടത്രേ. പെട്ടെന്ന് രാത്രി ആയതുകൊണ്ട് മാത്രമല്ല, സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ വലിയ ലോഡ് വണ്ടി എന്തായാലും ഒന്ന് നിൽക്കാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ കാറിൻ്റെ ഒരു സൈഡ് അടിച്ചു കൊണ്ടുപോയി. അതേപോലെ തന്നെ ആ വാഹനം, ആ ലോറി അരിച്ചാല് പറഞ്ഞാൽ ഡ്രൈനേജ് ഇട്ടോ, ആ ഡ്രൈനേജിക്ക് നേരെ അങ്ങോട്ട് പിന്നെ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടിയോണ്ട് നിരങ്ങിപ്പോയി എന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ അതിൽ 300 ലിറ്റർ ഡീസൽ ഉണ്ടായിരുന്നു. ഡീസലിൽ അങ്ങനെ ചോർന്ന് പോയിന്ന് 300 ലിറ്റർ ഡീസൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അതേപോലെ തന്നെ അത് വേറെ വണ്ടിയിൽ കയറ്റി വിടുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡ്രൈവർമാരുടെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഗതാഗത മന്ത്രി മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ നല്ല ബ്ലോക്കാവും. കാരണം ഈ വണ്ടികൾ ഇങ്ങനെ തുരുതുരുന്നനെ വന്നുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ ആർക്കും നിൽക്കാൻ വയ്യ. ഒന്നാമത്തെ കാര്യം നിൽക്കാൻ വയ്യ ആർക്കും. 1 മിനിറ്റോ 2 മിനിറ്റോ
ഒന്ന് നിന്ന് കൊടുത്തിട്ട് ആ വണ്ടി പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ ആ വണ്ടി പോയിട്ടേ ഞാൻ പോകണുള്ളൂ എന്ന് മറ്റൊരാൾക്ക് സഹായം ചെയ്യണ പോലെ ചെയ്തു കൊടുക്കണില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഡ്രൈവിങ്ങിൻ്റെ ഒരു പരിഷ്കാരം. പിന്നെ ഈ എന്ത് ഗണേഷ് കുമാറിനോട് ഞാൻ പറഞ്ഞത്, സാറേ നിങ്ങൾ എന്തൊരു മനുഷ്യത്വമില്ലായ്മയാണ് കാണിക്കുന്നത്. അല്ല, ഈ എല്ലാവർക്കും ഒരു നിയമമാവണം, എല്ലാവർക്കും. അല്ലാതെ പലവർക്കും പല നിയമം പോലെ നിങ്ങൾ ഓരോ ദിവസം ഓരോ പൊട്ടത്തരങ്ങളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനൊക്കെ ആരും ഉത്തരം പറയുന്നതാണ്? ആരും ഉത്തരം പറയുന്നല്ല കേട്ടോ. ഇതൊക്കെ ജനങ്ങൾ കാണുന്നും അറിയണു കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ വില കളയരുത്. കാരണം നിങ്ങൾ നല്ലവനായൊരു മനുഷ്യനാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അറിയണ ഒരാളും കൂടിയാണ്. അപ്പോൾ അത് നിങ്ങൾ പിന്നെ അവരെയും കൂടി ഇപ്പോൾ പിന്നെ ആ പ്രശ്നത്തിൻ്റെ തുടക്കം ആ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് ഡ്രൈവർ അമിതമായിട്ട് ഓണടിച്ച് വന്നു എന്നാണ് പറഞ്ഞത്. എന്നിരുന്നാലും അയാളുടെ കാര്യം ഒന്നും കൂടി ഒന്ന് കേൾക്കായിരുന്നു. പിന്നെയും നിങ്ങൾ സ്പീഡിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മന്ത്രിമാരുടെ വാഹനങ്ങളൊക്കെ പോകുന്നത് കണ്ടിട്ടില്ലേ, അതും ഇതിൽ പെടും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതും അത് നിയന്ത്രിക്കണം. അത് നിങ്ങൾ മന്ത്രിമാരോട് പറയണം. അവർക്ക് എന്തോ ആവാം, കാരണന്മാർക്ക് അടുപ്പിലും പെടുക്കാം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ അങ്ങനെ പിന്നെ ചെയ്യരുത്. അപ്പോൾ അതൊക്കെ വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു പൊട്ടത്തരാണത്. നമുക്കിപ്പോൾ ഈ ചെറിയ ഇതിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ. പിന്നെ എല്ലാവർക്കും ഒരു നിയമം കൊണ്ടുവരാം. പിന്നെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ നിയമം കൊണ്ടുവരുന്നതിൻ്റെ മുന്നേ ചെയ്യേണ്ടത്, നിങ്ങൾ KSRTCയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് അന്വേഷിക്കുക. കാരണം വർക്കിംഗ് ആണോ? കാരണം ദീർഘദൂര പോകേണ്ട ഒരുപാട് ബസ്സുകളുണ്ട് നമ്മുടെ പാലക്കാട് നിന്നും, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നും, ഡിപ്പോയിൽ നിന്നും. അപ്പോൾ ഈ ഡിപ്പോയിൽ നിന്ന് പോകുന്ന വണ്ടികൾ പകുതി വെച്ചിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടയർ, എൻജിന്, ക്ലച്ച്, ബ്രേക്ക്, അങ്ങനെ ഓരോരോ സിസ്റ്റങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ KSRTC പകുതി വഴിയിൽ ഡൈവേർട്ട് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശരിയാക്കുക. അതേപോലെ ഈ കണ്ടക്ടർമാരും ഡ്രൈവർമാർക്കും അവരുടെ അമ്മായിയപ്പൻ്റെ സ്വത്താ അല്ലെങ്കിൽ അവൻ്റെ അപ്പൂപ്പൻ്റെ സ്വത്താ എന്നുള്ളൊരു നിലപാടുണ്ട്. അത് ഞാൻ അത്ര ദേഷ്യത്തോടു കൂടി പറയല്ല, ചില ഡ്രൈവർമാർക്കും ചില കണ്ടക്ടർമാർക്കും. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഇത് ജനങ്ങളുടെ സ്വത്താണ്, ജനങ്ങളുടെ സമ്പത്താണ്, ജനങ്ങളാണ് ഇതിൽ കൈകാര്യം ചെയ്യേണ്ടത്, അല്ല നിങ്ങളല്ല എന്ന് കർശനമായിട്ട് നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക. അപ്പോഴാണ് അവർക്ക് ശരിക്കും തലയിൽ കയറുള്ളൂ ബോധം. അല്ലാതെ നിങ്ങൾ പിന്നെ അവർ പിന്നെ ഒരു വണ്ടി തട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ഏതെങ്കിലും ചെറിയ വണ്ടിയിലോ വലിയ വണ്ടിയിലോ തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? വേഗം ആ ബസ്സിനെ, ഇപ്പോൾ പൊതുവേ കാണുന്ന ബസ്സിൻ്റെ ഡ്രൈവർക്ക് പിടിച്ചിട്ട് നല്ല അടി കൊടുക്കുകയാണ്. നേതാ KSRTC ബസ് ഏതെങ്കിലും ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ, ഇഷ്ടംപോലെ കൊന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇവർക്കൊന്നും ഡ്രൈവിങ് അറിയില്ല, ശരിക്കും അതാണ്. ഇവർ ഡ്രൈവിങ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഇവരങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഇവർക്ക് എന്താണ് ശരിക്കും കൊടുക്കേണ്ടത്? ആ വണ്ടി എങ്ങനെയാണോ ഇടിച്ചത് അല്ലെ എങ്ങനെയാണോ കേട് വന്നത് അതിനനുസരിച്ചുള്ള പണി അവർക്ക് കൊടുക്കണം. അവരെ സസ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ കേടുപാടുകൾ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ അത് ചെയ്ത് പിന്നെ അവരോട് പറഞ്ഞ് നിർത്തിയിട്ട് എങ്ങനെയാണോ പ്രൈവറ്റ് ബസ്സുകാരുടെ രീതി അതേപോലെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അല്ല അവർക്കൊരു ആനുകൂല്യം പ്രൈവറ്റ് ബസ്സുകാർക്ക് വേറൊരു ആനുകൂല്യം, അതെന്താ അങ്ങനെ ഒരു രണ്ട് തരമുള്ള സ്വഭാവമാണ്. അപ്പോൾ അതൊക്കെ വലിയൊരു തെറ്റായിട്ടാണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പം ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ഈ റോഡിൽ ഹോൺ മുഴക്കിയിട്ട് അതേപോലെ ബാക്കിൽ വരുന്നവരെ ശല്യപ്പെടുത്തിയിട്ട് നമുക്ക് എന്താണ് പ്രയോജനം? ഒരു കാര്യമില്ല. നിങ്ങൾക്ക് റോഡിൽ ഒരു വര ഉണ്ട്, ആ വരയിലൂടെ മാത്രം നിങ്ങൾ പോവാം. അല്ലാതെ മറ്റുള്ളതാണ് അപ്പുറത്തെ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യം വരുന്നേ ഇല്ല. നിങ്ങൾക്ക് എന്താണ് ഇത്ര പോയിട്ട് ധൃതി? ഒരു ധൃതിയില്ല, ഒരു കാര്യമില്ല, വെറുതെ. ലോറിക്കാരെ സംബന്ധിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അവർക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് ലോഡ് കയറ്റുന്നു, ആ ലോഡ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇറക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും അവർ റോഡിൻ്റെ കുറച്ചൊക്കെ മാനേഴ്സ് അവർ പാലിക്കാറുണ്ട്. അപ്പോൾ ലോറിക്കാരെ വലിയ ഇടയ്ക്ക് പറയല്ല. പിന്നെ കൂടുതലും നമ്മൾ ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നത് ഈ കാറും ബൈക്കുമാണ്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായ രീതി കാര്യമായിട്ട് അവർക്ക് അറിയാൻ കഴിയുന്നില്ല, അതാണ്. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ അവരെ കുറ്റം പറയല്ല. അപ്പോൾ നിങ്ങൾ പരമാവധി വാഹനം ശ്രദ്ധിച്ച് ഓടിക്കുക. മറ്റുള്ളവരെ അപകടപ്പെടുത്താനോ കൊല്ലാനോ വേണ്ടിയിട്ട്
നിങ്ങൾ വാശി കൊണ്ട് ഡ്രൈവിംഗ് ചെയ്യരുത്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മുടെ കേരളമാണ് കേട്ടോ. ഇതിപ്പോൾ കേരളം എങ്ങനെ മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വന്നു. കാരണം ആദ്യമൊക്കെ നമ്മൾ 10 രൂപ കടം ചോദിച്ചാൽ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരാൾ ഉണ്ടെങ്കിൽ പോലും തരില്ല. അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവനെ തന്നെ വിശ്വാസമല്ല. പണ്ട് എന്നോട് എൻ്റെ സ്നേഹിച്ചൊരു പെണ്ണ് പറഞ്ഞ പോലെ ആദ്യം അവനാന് വിശ്വാസം വേണമെന്നാണ് പറഞ്ഞ ആ പെണ്ണ്. അപ്പോൾ അവനവൻ തന്നെ ഇപ്പോൾ വിശ്വാസമല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഓരോ രീതിയിൽ വെട്ടും കുത്തും ചവിട്ടും ഒക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന പോലെ അണക്ക് എൻ്റെ കാര്യം അണക്ക് എൻ്റെ കാര്യം എന്നുള്ളത് മാത്രം. അപ്പോൾ ഇവിടെ കുറച്ച് മുന്നേ ഒരു ചെറിയൊരു വണ്ടി തട്ടി, ഒരു വലിയ വണ്ടി, ഒരു ഓടത്തി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിങ്ങാണ്. 2 പേർക്കും തെറ്റുണ്ട്. അവൻ ആ റോഡിൽ ഇരുന്നിട്ട് വണ്ടി നിർത്തി, ഇവൻ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കരുതിയിട്ട് അവൻ വണ്ടി എടുത്തു. ഭാഗ്യത്തിലൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മളൊക്കെ കുറച്ചൊന്ന് എന്താ പറയുക, ഒന്ന് ശ്രദ്ധിച്ചിട്ട് വണ്ടികൾ വരുമ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതേപോലെ തന്നെ അവിടെ വണ്ടികൾക്ക് നിർത്തി കൊടുക്കാൻ ഒരു മനസ്സില്ലാത്ത രീതിയാണ് ഇപ്പോൾ. അവിടെ മണ്ണാർക്കാട് ആശുപത്രിപ്പടി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ അവർക്ക് നിർത്തി കൊടുക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും വേണം പോയിക്കോട്ടെ എന്നുള്ള. അപ്പോഴും ബ്രേക്ക് പിടിക്കാനും ഇവർക്ക് അറിയില്ല. വല്ലാത്തൊരു കാലം തന്നെ ഉണ്ട് നമ്മൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടി കൊണ്ട് പോവുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ വല്ല ബോംബോ തോക്കോ അല്ലെങ്കിൽ വല്ല വടിവാളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മര്യാദക്കാണ് വണ്ടി ഓടിക്കുന്നത് വരില്ല. ആ മര്യാദ തെറ്റിക്കാനായിട്ട് കുറേ ആൾക്കാർ ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ട് റോഡിൽ. എന്നിട്ട് നമ്മൾ ഒന്നും ചെയ്യാതെ അവർ നമ്മുടെ വണ്ടിയും തട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് അവിടെ പ്രതി. നമ്മൾ വലിയ എന്തോ ക്രിമിനൽ നമ്മൾ വലിയ എന്തോ ക്രിമിനൽ കേസിന് പെട്ട പോലെ അവിടെ പിന്നെ വലിയ വാക്കുതർക്കാവും, ഒന്നും തള്ളാവും. ചിലപ്പോൾ അങ്ങനെ കൂടെ കാട്ടി കിട്ടി അടി പൊട്ടുകൂടൊക്കെ വരും. അപ്പോൾ എന്താണ് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ ഡ്രൈവിങ്ങിൻ്റെ പരിഷ്കാരം. ഇതാണ് ഡ്രൈവിംഗ് സ്കൂളിൽ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഗതാഗത മന്ത്രി പറഞ്ഞു കൊടുക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നന്നായാലാണ് ആദ്യം നാട് നന്നാവുന്നത്, അല്ലെങ്കിൽ ഒന്നും നന്നാവില്ല. എന്തായാലും നിങ്ങൾ പിന്നെ പരമാവധി വെറുപ്പിക്കാതെ ഡ്രൈവിങ് ചെയ്യുക. പിന്നെ ഹോണ് എപ്പോഴും അടിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനമില്ല. അത് വലിയ പ്രശ്നമാണത്. എന്തായാലും പറഞ്ഞ പോലെ ചെയ്യാം.